കലാസൃഷ്ടികളിലുള്ള ലഹരിയിൽ ജീവിതം മനോഹരമാക്കാം. ശരീരവും മനസ്സും ദുഷിപ്പിക്കുന്ന ലഹരിക്കെണിക്കെതിരെ സന്ദേശം നൽകാൻ വരയുത്സവം സംഘടിപ്പിച്ചിരിക്കുകയാണ് പത്തനംതിട്ടയിലെ ഒരു കൂട്ടം കലാകാരന്മാർ. കണ്ണാടി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കലഞ്ഞൂരിൽ സംഘടിപ്പിച്ച നിറക്കാഴ്ചകളുടെ വിശേഷങ്ങളിലേക്ക്. കലയാകാം ലഹരി, വരയാണ് ലഹരി. ഓരോ കലാസൃഷ്ടിയിലും ചൈതന്യമുണ്ട്. ആ ചൈതന്യം കൗമാര യൗവനങ്ങളിലേക്ക് പകരുകയാണ് വരയുത്സവം എന്ന പരിപാടിയിലൂടെ. കണ്ണാടി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കലഞ്ഞൂർ പ്ലാസ്ഥാനത്ത് മഠത്തിൽ വെച്ചാണ് വരയുത്സവം സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി MD വാസുദേവൻ നായർക്ക് വരയാന്തരം, കുട്ടികൾക്ക് വരക്കളരി, കഥ, കവിത കൂട്ടായ്മ, കാക്കരിശി നാടകം എന്നിവയും നടന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. നേമം പുഷ്പരാജ്, ആർട്ടിസ്റ്റ് മദനൻ, PD ദത്തൻ, അരക്കാമണ്ഡപം വിജയകുമാർ, അങ്ങനെ നിരവധി PK ഗോപി സാറ്, അങ്ങനെ നിരവധിയായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ഒരു വേദിയാണിന്ന് ഇത്. ഏതാണ്ട് 40-ൽ പരം ചിത്രകാരന്മാർ തന്നെ ഇവിടെ പങ്കെടുത്തിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള സാഹിത്യകാരന്മാരുണ്ട്, കവികളുണ്ട്, കലാകാരന്മാരുണ്ട്, ഗാനങ്ങൾ പാടുന്നവരുണ്ട്. അങ്ങനെ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ഒരു പ്രവർത്തനമൊന്നുമല്ല. ശരിക്കും ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിനായിട്ടാണ് നടക്കുന്നത്. കുട്ടികൾക്ക് വേണ്ടി വിവിധ വിഭാഗങ്ങളായി ചിത്രരചന കളരിയും നടന്നു. വ്യത്യസ്തമായ പരിപാടി, വ്യത്യസ്തമായ മുഖങ്ങള്, എല്ലാവരും കലയായിട്ട് ഹൃദയം കൊണ്ട് അടുക്കുന്ന ഇതാണ്. നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എല്ലാവരും ഒരു തരം വിമുഖതയോടുകൂടി നോക്കുന്ന ഇതാണ്. അത് ഇവിടെ കാണുന്നില്ല. ഈ മഠത്തിൻ്റെ മുറ്റത്ത് ഈ കലാപ്രതിഭകളായിട്ടുള്ള ആൾക്കാർ ജീവിച്ചു പോയ പ്രകൃതിയിൽ അതിമനോഹരമായി ഇത് സംഘടിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞു എന്നതാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. വിവിധ ജില്ലകളിൽ നിന്നും നിരവധി ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങളുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു. ജനം, പത്തനംതിട്ട. അങ്ങനെ ലഹരിയാകാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? അപ്പോൾ എന്തിനാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവിൻ്റെയും മറ്റ് ലഹരികളുടെയും ഒക്കെ പിന്നാലെ പോകുന്നത് എന്നുള്ള സന്ദേശം കൂടിയാണ് ഈ വര ഉത്സവം നൽകുന്നത്.